ചെറുപ്പകാലം മുതൽ കുട്ടികളിൽ ഭക്തി വളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നാൽ ഒരു 5 മിനിറ്റെങ്കിലും സ്കൂളിൽ എന്തെല്ലാം നടന്നു, സ്കൂളിൽ ആരാണ് കുട്ടിയുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ കുട്ടിയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പാണ് മാതാപിതാക്കൾ ഉണ്ടാക്കേണ്ടത്. എന്തുണ്ടെങ്കിലും സ്വയം വന്ന് നമ്മോട് പറയുന്ന ഒരു രീതി കുട്ടികളിൽ രൂഢമൂലമാക്കണം. അതേ രീതിയിൽ അവരറിയാതെ തന്നെ ഭക്തിയുടെ കഥകളും ഭക്തിയുടെ കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ചെറിയ പ്രായത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. 6 വയസ്സ് വരെ ഒരു കുട്ടിയിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നുവോ ആ സ്വാധീനം കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവളുടെ കൂടെ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഭക്തിയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ആ ഭക്തിയുടെ ആനന്ദം എന്താണ്, അതിൻ്റെ നിർവൃതി എന്താണ് എന്ന് അവരെ ഒന്ന് അറിയിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അതോടൊപ്പം തന്നെ അധ്യാപകർക്കും കഴിയണം. സ്കൂളിലും അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവണം. കുട്ടി പഠിച്ചില്ലെങ്കിൽ അടിക്കുക എന്നുള്ള രീതിയല്ല, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അവനെ വഴക്ക് പറയുക എന്നുള്ള രീതിയല്ല. അതിനപ്പുറം അവൻ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് എന്നുകൂടി അറിയണം. അതായത് ഒരു വ്യക്തിയുടെ ശരീരം സന്തുലിതമായാൽ അവൻ്റെ മനസ്സ് സന്തുലിതമാവും, അപ്പോൾ അവൻ്റെ ബുദ്ധിയും സന്തുലിതമാകും. ആ രീതിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും ഉപയുക്തമായ മാർഗം ഭക്തിയുടെ ലഹരിയാണ് എന്നൊരു ചിന്ത ആ കുട്ടിയുടെ ഉള്ളിൽ വളർത്തിയാൽ പിന്നീട് ഒരിക്കലും കുട്ടി ഈ ലഹരി തേടി പോവുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.